ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. നാരദ പരീക്ഷ. അതു സമയമൊരു ദിവസം അമലമുനി നാരദൻ അതികുതുകമുള്ളത്തിലോർത്താനവസ്ഥകൾ നരകവധമതിജഡിതി ചെയ്തു മുകുന്ദനും നാരികൾ തമ്മേ പലതു വേട്ടിയിടിനാൻ. ഒരു പൊഴുതു ദ്വൈതമില്ലാതൊരേകൻ പരൻ നരകരിപു സന്നിധൗ പോയിവയൊക്കെയും അറിയണമിതെന്നോർത്തു നാരദൻ ചെന്നിതു അമരപതി സദനമതിലേറ്റം വിളങ്ങുന്നൊരണ്മയാം ദ്വാരകാ മന്ദിരം കണ്ടുകണ്ടതികുതുകചിത്തനായി മന്ദമന്ദം നടന്നഖിലപതി വാഴും പുരിക്കു ചെന്നീടിനാൻ. പുകൾ പെരിയ ദ്വാരക തന്നുട വൈഭവം പാർത്താലവർണ്യമെന്നാകിലുമൊട്ടു ഞാൻ അറിവതിനു ചൊല്ലിനേൻ നിന്നോടു മുന്നമേ. അത്യദ്ഭുതം വിശ്വകർമാവു തീർത്തവ അവ പലുതുമോരോന്നു കണ്ടിതു നാരദൻ. അംഭോജലോചനൻ മന്ദിരം കാക്കുന്ന വമ്പരായുള്ളവർ കഞ്ചുകമുഷ്ണീഷം അൻപോടു പൂണ്ടതി വീരഭാവത്തൊടും വാഴുന്ന ഗോപുരപാലകന്മാരെയും കോഴയൊഴിഞ്ഞു കണ്ടെങ്ങും തടയാതെ വടിവിനൊടു രുക്മിണി തന്നുട മന്ദിരെ പടുതയൊടു മുനിവരനുമങ്ങനെ ചെന്നുപോതമല മൃദുശയ്യയിൽ പരിചിനൊടു രുക്മിണി തന്നോടു യുക്തനായി മോദേന മാധവൻ സുഖമൊടു കിടക്കുന്നു. നാരദം കണ്ടപോതുടനെ എഴുന്നേറ്റു തൽപാദം കഴുകിച്ചു വിനയമൊടു സ്വർണാസനത്തിലിരുത്തിയിട്ടു പൂജിച്ചു വന്ദിച്ചു മാധവൻ ചൊല്ലിനാൻ. അനവധി സുഖത്തിനു പാത്രമായേനഹം അൻപോടു നിൻ തിരുമേനി ദർശിക്കയാൽ ബഹുസുഹൃതമായുള്ളതിന്നു ലഭിക്കയാൽ ദേഹികളിൽ പരിശുദ്ധനായി വന്നു ഞാൻ. അഹമിതി നിനച്ചു ദേഹാദി സംബദ്ധരാം ദേഹികൾക്കിങ്ങനെയുള്ള ജനങ്ങളെ പരിചിനൊടു സൽക്കരിപ്പാൻ കൈവരികില സ്ത്രീ പുമാന്മാർക്കു പിൻദുഃഖമുണ്ടായി വരാം. ഇവ പലവുമങ്ങു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. അവ പലവുമിന്നു ഭവദർശനാൽ വന്നു അതിസുഹൃതമിന്നിതം വന്നിതു നിർണയം. അതിവിമലമായി വന്നു മൽക്കർമ്മ ജന്മവും മമ സദന വംശവും ശുദ്ധമായി വന്നിതു. മദ്ഭാഗ്യമെത്രയും ചൊല്ലരുതേതുമേ സകലവുമെനിക്കിന്നു വന്നു മഹാമതേ. സകല ഗുണപൂർണനാകും ഭവാനെന്തു ഞാൻ സപദീഹ ചെയ്യേണ്ടതെന്നു മുകുന്ദൻ്റെ സാധുവാക്യം കേട്ടു ചൊന്നാൻ മുനീന്ദ്രനും. വിനയമോടു മാധവം വന്ദിച്ചു മാമുനി വിശ്വമൂർത്തേ ഞാൻ പറയുന്നു കേൾക്കെന്നാൻ. ജഗതി സകലാത്മാവഭിന്നനേകൻ വിഭോ ജാതയാം മായാപരൻ വഹ്നി ധൂമവൽ തവ കഥിതമായതിനുത്തരം ചൊല്ലുവാൻ തവ വിഭവലോകത്തിലാരുമുണ്ടായി വരാ. ജഗതി സുജരക്ഷസംഹാരകർത്താ ഭവാൻ ജഗതിപതിയാം ഭവാൻ എന്തരുതാത്തതും തവ പ്രകൃതി വൈഭവം കണ്ടുകൊണ്ടിടുവാൻ. തമ്പുരാനേ നിൻ പദാംബുജം സർവദാ മമ മനസ്സി ധ്യാനിച്ചു സഞ്ചരിച്ചിടുവാൻ. മമ വരമതീകുക മറ്റു വേണ്ടിയിലിഹ ഇതി വചനമോരോന്നുരച്ചിതു നാരദൻ. ഈശ്വരൻ കൃഷ്ണൻ വസിച്ചിതു സൗഖ്യമായി അതിജഡിതി മാമുനി ഭാമഗൃഹം പുക്കു. അതു പൊഴുതു മാധവൻ സത്യഭാമാന്വിതം അതികുതുകമോടു ചെയ്തിടുന്നു ദേവനം
മുനിയെ യഥ കണ്ടപോതുദ്ധവരോടുമായി കനിവിനോട് വന്ദിച്ചു മാധവൻ ചൊല്ലിനാൻ. മുനിവര മഹാഭാഗ ഭാഗവതോത്തമ, മനസ്സി സുഖമല്ലയോ ഞാൻ എന്തു വേണ്ടതും? സകലവുമലം ബുദ്ധി വന്ന മഹാമതേ, സകല ഗുണരാശേ സമസ്ത കാമൻ ഭവാൻ. ഭഗവതനുചരിതഗിരമിങ്ങനെ കേട്ടിട്ടു ഭാഗവതാഢ്യൻ നടന്നു മുദിതനായി. ജഡിതി മറുമന്ദിരം പുക്കു നോക്കും വിധൗ മടിയിൽ നിജപുത്രരെ വെച്ചു ലാളിപ്പതും. മുദിതമതി നാരദൻ കണ്ടുപോയി മറ്റൊരു മന്ദിരം പുക്കു മുകുന്ദനെ കണ്ടിതു. കളിസമയം അതു പൊഴുതു മറ്റൊന്നിൽ നോക്കിയാൽ കളികളുമതന്യേ ഹോമകർമ്മത്തിനായി മധുരിപു വസിക്കുന്നു മറ്റൊരു മന്ദിരെ. മാധവ ഭക്തൻ മുനി ചെന്ന നേരത്തു അതികുതുകമാരണർ പൂജയെ ചെയ്യുന്നിതതിമുദിതമന്യമാം മന്ദിരെ പോയി മുനി. അതു പൊഴുതു മാധവൻ സന്ധ്യയെ വന്ദിച്ചു മതിതമമിയെന്നു ജപിക്കുന്നിതന്നേരം. ഉടനെ മുനി മറ്റൊരു മന്ദിരം പുക്കപോതുടനെ മുരവൈരിയുമായുധാഭ്യാസമായി വടിവിനോടു കണ്ടുകണ്ടന്യ നാരീഗൃഹേ. ഉടനെ മുനി ചെന്ന പോധാരണാർത്ഥൻ പരൻ ജലമതിലതിപ്രീതി പൂണ്ടു ഭാര്യായുധം. ജഗതിപതി ക്രീഡിച്ചുമേവുന്നു സൗഖ്യമായി പലവിധവുമിങ്ങനെ കണ്ടു മുനീന്ദ്രനും പങ്കജനേത്രനെ നാരിമാർ മന്ദിരെ. ജഗതിപതി കാന്തമാർ തന്നുട മന്ദിരെ ജാതമോദം പല കർമാനുസാരിയായി പരമപുരുഷൈകനായി കണ്ടു മുനീന്ദ്രനും പാരം കുതൂഹലം പൂണ്ടു ഭക്ത്യായുധം. തരുണിമണി രുക്മിണി തന്നുട മന്ദിരെ തീർത്ഥപാദൻ പോയി വണങ്ങി മുകുന്ദനെ. അതിമധുരമായി പറഞ്ഞാനിവണ്ണം മുനി, അത്ഭുതമദ്ഭുതം നിന്നുടമായകൾ. തവ കൃപയതന്നിരൽപ്പമുണ്ടാകയാൽ താവകമായ തൻ വൈഭവം കണ്ടതും സകല ദിശി പൂർണ്ണനാം നിന്നെ ഒഴിഞ്ഞൊന്നും സർവദാ കാൺമാനുമില്ലെന്നു കണ്ടു ഞാൻ. തവ ചരിതമഖില ദിശി പാടി നടപ്പതിന്നിവനിനിയൊരാജ്ഞയും ചെയ്വതിന്നാഗ്രഹം. മുനിവചനമിതമകമേ കേട്ടു മുകുന്ദനും മന്ദസ്മിതം ചെയ്തിവണ്ണമരുൾ ചെയ്തു. കനിവിനൊടു ധർമ്മോപദേശങ്ങൾ ചെയ്വതും അതിനെ വഴിപോലെ പാലിച്ചിരിക്കുന്നതും അതിവിമലമായുള്ളവർക്കു ഗുണങ്ങളെ മാർഗമോടെ കൊടുത്തിടുന്നതുമഹം. വഴികൾ പിഴയാതെ ധർമ്മം ഭുവിയേവർക്കും വാക്കിനാൽ ചൊൽകയും നാമസങ്കീർത്തനം അറിവിനോട് ചെയ്യുകയും എന്നുടലിംഗങ്ങൾ കനിവിനോടു കണ്ടു വന്ദിക്കയും ചെയ്തിഹ. മുനിവര യഥാഹിതം സഞ്ചരിക്ക ഭവാൻ, ഇതു സകലമംഗളം നൽകുമസംശയം. ഇത്തമാജ്ഞാപിച്ചു പോകന്നു കൃഷ്ണനും മുനിവരനനുജ്ഞയും കൈക്കൊണ്ടു കൃഷ്ണേതി കനിവൊടു ജപിച്ചു പോയിടിനാനമ്പരെ. നരകരിപു നാരിവൃന്ദേന മോദാന്വിതം നന്നായി രമിച്ചു വസിച്ചാൻ മുകുന്ദനും. പ്രകൃതി അതിലവതരിച്ചു മായാമയൻ പ്രകൃതി പുരുഷോത്തമൻ കൃഷ്ണൻ ജഗൽപതിയുടെ കഥകൾ കേൾക്കയും ചിന്തിക്ക സേവിക്ക അനവരതമിടയിട ഇതെങ്കിലും നാമങ്ങൾ വഴിയ ജപശീലനം തൽക്കഥ ചൊൽകയും കഴിവരികിലേവനും ഭക്തി വർദ്ധിക്കുമീ വഴികളിതു ഭക്തി മുക്തിക്കെടോ മന്നവാ. പ്രകൃതി പുരുഷോത്തമൻ കൃഷ്ണൻ ജഗൽപതിയുടെ കഥകൾ കേൾക്കയും ചിന്തിക്ക സേവിക്ക അനവരതമിടയിടയതെങ്കിലും നാമങ്ങൾ വഴിയ ജപശീലനം തൽക്കഥ ചൊൽകയും കഴിവരികിലേവനും ഭക്തി വർദ്ധിക്കുമീ വഴികളിതു ഭക്തി മുക്തിക്കെടോ മന്നവ. ആഴിവർണ്ണൻ കഥ ചൊല്ലുവനിന്നിയും ജഗതിപതി മാധവൻ യുവതിമണിമാരുമായി ജാതമോദം വസിക്കുന്നാളൊരു ദിനം. നിശയിലധ യുവതിമണിമാർ മുകുന്ദൈര്യുതം നിശ്ചലരായി ശയിക്കുന്നതു നേരം.
ഉദയഗിരി മുകളിൽ അരുണനേകസാകം രവി ഉദ്ദിശ്യകാലമാകുന്ന സമയത്തങ്ങഴകിനോടു വഴി വഴിയെ കോഴികൾ കൂകുമ്പോൾ അഴകിനോടു കുക്കുടം തന്നെ ശപിച്ചവർ ഉടനെ എഴുന്നേറ്റിട്ടു കൃത്യം തുടങ്ങിനാർ. ഉടനെ എഴുന്നേറ്റതു ബ്രഹ്മമുഹൂർത്തകേ കടൽ മകൾപതി കുളിച്ചർഘ്യവും ചെയ്തത നിർമ്മല ബ്രഹ്മവും ധ്യാനിച്ചു മാധവൻ. രവിമധ വണങ്ങി ഗോവിപ്രമുനിമാരെ രഭസമൊടു കൂപ്പി ശുദ്ധാന്തഃകരണനായി കുറവു മധകൊമ്പുകൾ ഹോമത്തിനാൽ കെട്ടി അഖില പരിഭൂഷിതത്തോടു പശുക്കളെ സ്വർണസൂത്രങ്ങളുമിട്ടു ശിശുയുതം എണ്ണമീതി രണ്ടു കൂട്ടി വഴി പോലെ വിധി വഴിയെ ഗോദാനമായതും ചെയ്തിട്ടു വിധി വഴിയെ മാനിച്ചു യാദവ വൃദ്ധരെ മണികനകമയ വിമലമാകും കിരീടവും മാനിച്ചു പൂണ്ടു മറ്റും ബഹുഭൂഷണം കുറിയുമത തിലകവും അതൊക്കെ അലങ്കരിച്ചറിവതിനു ദർപ്പണം നോക്കി മോദാന്വിതം. കളമൊഴികൾ മിത്രഭൃത്യാദി ജനങ്ങൾക്കു കളമതു വരുത്തുവാൻ വേണ്ടതു നൽകിയിട്ടു കളമൊഴികൾ യുവതിമണി മൗലിമാർ നേത്രത്തിൻ കളമുനസുമാല്യവും ധൃത്വാ ജനാർദ്ദനൻ ചതുരനധരഥമധുകരേറി സാമന്താതി ചതുർവാദ്യ ഘോഷസ്തുതിയോടും കുടകൾ തഴയാലവട്ടങ്ങൾ വെഞ്ചാമരം വടിവിനൊടു നാലു ഭാഗത്തും വിളങ്ങിയങ്ങതിവിമുലമാക്കും സുധർമ്മയാമാസ്ഥാനമതിലതിവിമോഹനരത്നസിംഹാസനെ പരമപുരുഷൻ മഹാവിഷ്ണു നാരായണൻ പരിചിനൊടു ചെന്നിരുന്നിടുന്ന നേരത്തു അതികുതുകമെല്ലാവരും ചെന്നു കൂപ്പിനാർ. അതിവിമല നൃത്ത സംഗീത ശൃംഗാര സൗഭഗ സുഖമതാകിയ വാദ്യാദിഘോഷവും അതിവിമല പെൺകൊറ്റ ഛത്രമതാദിയായി പലരുമധ വന്നു മുകുന്ദം ജഗന്മയം പലവിധവുമായി ശുഭസേവ തുടങ്ങിനാർ. മണികനകരത്ന സിംഹാസനേ മന്ത്രിഭിർ മണിവിമല ശോഭയാ ബ്രാഹ്മണ സംയുതം ജഗദുദയകാരണൻ സന്താപനാശനൻ ജാതമോദം വസിച്ചിടും ദശാന്തരേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.